chocolate. ഹാപ്പി, ഒരു സംശയം ചോദിക്കട്ടെ? അതിനെന്താ? തുടങ്ങിയല്ലോ സീമിന്റെ സംശയം. സംശയം ചോദിക്കുന്ന ഒരു തെറ്റാണോ ഹാപ്പി? ഹേയ്, ഒരിക്കലും അല്ല. സീം ചോദിക്കും. ഹാപ്പി ഒരു ദിവസം എത്ര ബനാന കഴിക്കും? ഇതാണോ സീമിന്റെ സംശയം? കൊള്ളാം. നിന്റെ കാര്യം കൊണ്ട് ഒരു ലക്ഷ്യമില്ലല്ലോ സീം. ഞാൻ അതിന് മോശമായിട്ടൊന്നും ചോദിച്ചില്ലല്ലോ. എത്ര ബനാന കഴിക്കുമെന്നല്ലേ ചോദിച്ചോളൂ. ഏയ്, ഒരിക്കലും ഇല്ല. അതിപ്പോ എത്ര ബനാന കഴിക്കുന്നു ചോദിച്ചാൽ ഒരു 10-20 ബനാനെങ്കിലും കഴിച്ചാലേ ഒരു ദിവസത്തേക്കുള്ള എനർജി മുഴുവനായും കിട്ടും. അമ്പോ, 20 ബനാനയോ? യെസ്, അത് മിനിമം. കിട്ടിയാൽ അതിൽ കൂടുതലും കഴിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഹാപ്പി കിഡ് എത്ര ബനാന കഴിച്ചു? 4 എണ്ണമേ കഴിച്ചുള്ളൂ. എന്താ എല്ലാവരും കൂടെ ഇരുന്ന് ബനാനയുടെ കാര്യം പറയുന്നത്? ഹാപ്പി കിഡ് ഇന്ന് 4 ബനാനയെ കഴിച്ചുള്ളൂ എന്ന്. എനർജി കിട്ടാൻ അത് പോരല്ലോ. അയ്യോ, കഷ്ടമായല്ലോ. ഇവിടെയും ബനാന ഇരിപ്പില്ല. നോ പ്രോബ്ലം പപ്പ. ഈ ബനാന ഐലൻഡിലാണോ ബനാന കിട്ടാൻ പ്രയാസം? ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയേ വേണ്ടു. എങ്കിൽ സമയം കളയാതെ ഹാപ്പി കിഡ് പോയി ബനാന കഴിച്ചിട്ട് വരൂ. കഴിച്ചിട്ട് ഇങ്ങോട്ട് വരണമെന്നില്ല. നമ്മുടെ മരച്ചോട്ടിലിരുന്നാ മതി. ഫുഡ് കഴിച്ച് ഞങ്ങളും അവിടെ എത്തിക്കോളാം. ഓ, മനസ്സിലായി. ഇന്നും ചുറ്റിക്കറങ്ങാൻ തന്നെ പരിപാടി അല്ലേ? പ്ലീസ് പപ്പ, ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചെത്തും. ഓക്കെ, സമ്മതിച്ചു. ലഞ്ച് റെഡിയാ. നിങ്ങൾ ആദ്യം വന്ന് അത് കഴിക്കേ. ശരി ഹാപ്പി. ശരി പപ്പ. എങ്കില് ഹാപ്പി വിട്ടോ, ഞങ്ങൾ ഉടനെ എത്തിക്കോളാം. അവിടെ തന്നെ ഉണ്ടാവണം. ഞങ്ങളെ പറ്റിച്ച് മുങ്ങരുത്. നോ, ഒരിക്കലും മുങ്ങില്ല. ഞാൻ മരച്ചുവട്ടിൽ തന്നെ കാണും. ബൈ ബൈ. ഹലോ ഫെർണി, എവിടെ എത്തി? ഇതാ ഞാൻ ഇവിടെ തന്നെയുണ്ട്. ശരി, വന്നോളൂ. കണ്ടു. വെൽക്കം ഫെർണി. താങ്ക് യു ഡഗ്ലസ്. എവിടെ താങ്കളുടെ പുതിയ കണ്ടുപിടുത്തം? കാണട്ടെ. ഇതെന്താ? ബോഡി സ്പ്രേയോ? അതെ, പക്ഷേ 2 സൈഡ് സ്പ്രേ. 2 സൈഡ് സ്പ്രേ? യെസ്. റെഡ് സൈഡ് സ്പ്രേ ചെയ്താൽ ഒരാളുടെ ബോധം നഷ്ടപ്പെടും. ഗ്രീൻ സൈഡ് സ്പ്രേ ചെയ്താൽ ബോധം തിരിച്ചു കിട്ടും. വാവ്, അത് കൊള്ളാം. സൂപ്പർ. ഇതുകൊണ്ട് നമുക്ക് ആ ഹാപ്പി കിഡിനെ പിടികൂടണം. ഇന്നു തന്നെ. ഷുവർ, ഇന്നു തന്നെ പിടികൂടണം. ഹായ്, നല്ല രുചിയുള്ള ബനാന. എത്ര കഴിച്ചാലും മതി വരില്ല. യെസ്, ഞാൻ വിജയിച്ചു. ഫെർണി പോയിട്ടെന്തായി? കാണുന്നില്ലല്ലോ. ഹാപ്പിയെ പിടികൂടാൻ കഴിഞ്ഞില്ലെന്നുണ്ടോ? ഹായ് ബോസ്, താനെന്താ ഇവിടെ? അല്ല, ബോസ് എന്താ ഇവിടെ? ശല്യം. താനെന്തരായി ഇപ്പോ ഇവിടേക്ക് വന്നത്? ഇതൊരു പൊതുവഴിയല്ലേ ബോസ്? ഇതുവഴി ആർക്കും വരാമല്ലോ. എന്റെ അടുത്ത് ന്യായം പറയുന്നു. ഫ്രെഡി, കടന്നു പോ. അപ്പൊ ഞാൻ അറിയാത്ത എന്തോ പരിപാടി ഒപ്പിച്ചിട്ടുണ്ട് അല്ലേ? കടന്നു പോവാനല്ലേ പറഞ്ഞത്? ഡോക്ടർ ഫെർണിയുണ്ട് എന്റെ കൂടെ. ഞങ്ങളൊരു ഓപ്പറേഷനിലാണ്. ഓഹോ, പുള്ളിക്കാരൻ എന്താ അസുഖം? മണ്ണാങ്കട്ട. എടോ, അതൊന്നും പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവില്ല. ഫെർണിക്ക് നിന്നെ തീരെ ഇഷ്ടമല്ലെന്നറിയാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഫ്രെഡിയോട് പോവാൻ പറയുന്നത്. ഫെർണിയുടെ കാർ വരുന്നു. മാറി നിൽക്ക്. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. പറയുന്നത് കേൾക്കൂ ഫ്രെഡി. ഫെർണി, എന്തായി? ഹാപ്പി കിഡിനെ പിടികൂടിയോ? പിൻ സീറ്റിൽ നോക്ക്. യെസ്, പിടികിട്ടി. ഹാപ്പി കിഡിനെ പിടികിട്ടി. താങ്ക് യു ഫെർണി, താങ്ക് യു. താങ്കൾ ഒരു ബുദ്ധിമാൻ തന്നെ. ഹാപ്പി കിഡിനെ കിട്ടിയോ? അത് കൊള്ളാമല്ലോ. ഫെർണി, ഇനി ഒട്ടും വൈകണ്ട. കാർ എടുക്ക. എന്റെ പിറകെ വാ. നമുക്കുടനെ എന്റെ വീട്ടിലെത്തണം. നോ, ഞാൻ എന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. താങ്കളുടെ വീട്ടിലേക്കോ? ഓ ശരി, തിരക്കുണ്ടാവും. എങ്കിൽ ഹാപ്പിയെ ഞാൻ എന്റെ വാനിൽ എടുത്തു വെക്കാം. കൈയെടുക്ക. ഹാപ്പിയെ തൊട്ടു പോകരുത്. അവൻ എനിക്ക് വേണം. വാട്ട്? താനെന്താ പറഞ്ഞത്? തമാശ കളയൂ. ഇവൻ എനിക്കുള്ളതാണ്. ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി. ഇനി ഹാപ്പി കിഡ് എനിക്ക് സ്വന്തം. ചതിയ, വിശ്വാസവഞ്ചന കാണിക്കുന്നു. നിന്നെ ഞാൻ നോ, കളി എന്നോട് വേണ്ട. ഈ സ്പ്രേയുടെ റെഡ് സൈഡ് വെച്ച് ഞാനൊന്ന് പ്രസ് ചെയ്താൽ തനിക്ക് പിന്നെ ബോധം കാണില്ല.
അതെന്ത് സ്പ്രേ? പിന്നെ ഗ്രീൻ സൈഡ് വെച്ച് സ്പ്രേ ചെയ്ത് തന്റെ ബോധം വീണ്ടെടുക്കാൻ ഒരുത്തനും വരില്ല. ഫെർണി, ഇത് ചതിയാണ്. യെസ്, അക്കാര്യത്തിൽ താനും മോശമല്ലല്ലോ. ഡഗ്ലാസ്, നീ വേണ്ട വേണ്ടെന്ന് വെച്ചതാ, പക്ഷെ താൻ ഇത് ചോദിച്ചു വാങ്ങിയതാ. കിടക്കവിടെ. ദൈവമേ, എന്റെ ബോസിന്റെ കഥ കഴിഞ്ഞോ? ബോസ് ബോസ്, തീർന്നല്ലോ. ഇങ്ങർക്ക് ഇനി ബോധം കിട്ടണമെങ്കിൽ ആ ഫെർണി തന്നെ വിചാരിക്കണം. ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? ഏയ് വേണ്ട, എന്റെ ബോധവും കൂടെ പോവും. ആകെ കുഴഞ്ഞല്ലോ. ഹാപ്പി എവിടെ? കാണുന്നില്ലല്ലോ. നമ്മളെ പറ്റിച്ച് ഹാപ്പി കിട്ട് മുങ്ങിയതാവും. ലാമിയെ നോക്ക്. ദേ ബനാനയുടെ തോട്. അപ്പോ ഹാപ്പി ഇവിടെ വന്നിട്ടുണ്ട്. എങ്കിലാ ബനാന കൊതിയൻ അടുത്ത ട്രിപ്പ് ബനാന കൊണ്ടുവരാൻ പോയതാവും. അല്ല, ദേ പകുതി കഴിച്ച ബനാന. ഹാപ്പി കിട്ട് ഒരിക്കലും ബനാന വേസ്റ്റ് ചെയ്യില്ല, അത് ഉറപ്പാ. ശരിയാ, ഹാപ്പി ഫുഡ് വേസ്റ്റ് ആക്കില്ല. അപ്പോ ഇതിനർത്ഥം എന്തായിരിക്കും? ബനാന കഴിച്ചോണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഹാപ്പിയെ അല്ലാതെ ഹാപ്പി എവിടെ പോയി? നമുക്കൊന്ന് വിളിച്ചു നോക്കാം. യെസ്, ഹിപ് ഹോപ്പ് ഹാപ്പി ഹാപ്പി ബൂം. ഇല്ല, ഹാപ്പി വരുന്നില്ല. ഞാൻ പറഞ്ഞിട്ട് എന്തായി? ഹാപ്പിക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. വാ, നമുക്കൊന്ന് കറങ്ങി നോക്കാം. ഡഗ്ലസിന്റെ വാൻ. ആ ദുഷ്ടൻ ഹാപ്പിയെ പിടികൂടി കാണും. വാ, നമുക്ക് പതുക്കെ പോയി നോക്കാം. ബോസ് ബോസ്, ബോധം പോയെന്ന് വെച്ച് ഇങ്ങനെയുണ്ടോ ഒരു കിടത്തം? എഴുന്നേൽക്കൂ ബോസ്. ഡഗ്ലസിന്റെ ബോധം പോയെന്ന് എങ്ങനെ? നമുക്ക് ചോദിക്കാം. വാ, സൂക്ഷിക്കണം, ചിലപ്പോ അഭിനയമാവും. ഫ്രെഡി അങ്കിൾ, ഫ്രെഡി അങ്കിൾ. നിങ്ങളോ? ദേ കിടക്കുന്നു നിങ്ങളുടെ ശത്രു ഡഗ്ലസ്. പണ്ടേ ബോധമില്ലാത്ത മനുഷ്യനാ, ഇപ്പൊ ഒന്നുമില്ല, കണ്ടില്ലേ? എന്ത് പറ്റി ഡഗ്ലസിന്? ആ ഫെർണി ചതിയൻ ഹാപ്പി കിട്ടിനെ തട്ടിയെടുത്ത് ബോസിനെ ബോധം കെടുത്തി കടന്നു കളഞ്ഞു. അയ്യോ, ഇനി കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് ഹാപ്പി കിട്ടിനെ നഷ്ടപ്പെട്ടു, എനിക്ക് എന്റെ ബോസും. എന്താ ചെയ്യും? ഫ്രെഡി അങ്കിളിനെ ഒന്ന് വട്ടാക്കിയാൽ ചിലതെല്ലാം നടക്കും, മനസ്സിലായോ? അങ്കിൾ, എന്താ? ഞങ്ങൾക്കൊരു മന്ത്രം അറിയാം. ശക്തി കിട്ടുന്ന മന്ത്രം, ധൈര്യം കിട്ടുന്ന മന്ത്രം. അങ്ങനെ ഒരു മന്ത്രം ഉണ്ടോ? അതെ, ഉണ്ട്. ഞങ്ങൾ ആ മന്ത്രം ചൊല്ലി ഫ്രെഡി അങ്കിളിനെ തൊട്ട അങ്കിളിന് ശക്തി കിട്ടും. പിന്നെ അങ്കിളിനെ ആരെയും തോൽപ്പിക്കാം. എങ്കിൽ വേഗം മന്ത്രം ചൊല്ലൂ. ആ ഫെർണിയുടെ കയ്യിൽ നിന്നും ഡബിൾ സൈഡ് സ്പ്രേ തട്ടിയെടുക്കണം. ഡബിൾ സൈഡ് സ്പ്രേ? അതെ, ഒരു ഭാഗത്ത് ബോധം നശിക്കാനുള്ള സ്പ്രേ, മറുഭാഗത്ത് ബോധം വരാനുള്ള സ്പ്രേ. ആ സ്പ്രേ വെച്ചാവും അയാൾ ഹാപ്പിയെ കുടിക്കിയത്. അതെ, നമുക്കത് കിട്ടിയേ തീരൂ. ചുമ്മാ കുശുകുശുക്കാതെ മന്ത്രം ചൊല്ലി എന്നെ ശക്തനാക്ക. ചൊല്ലിക്കഴിഞ്ഞെങ്കിൽ എന്നെ വേഗം തൊടൂ. എനിക്കൊരു മാറ്റവും തോന്നുന്നില്ലല്ലോ. അതൊന്നുമല്ല, ശക്തി വന്ന് കാണും, ഉറപ്പാ. അതെ അങ്കിൾ, ഞങ്ങളെ ഒന്ന് തൊട്ടു നോക്കൂ. ആദ്യം ലുവായിയെ തൊടാം. ഞാനൊന്ന് തൊട്ടപ്പോഴേക്കും വീണോ? ശക്തി കിട്ടി. ഇനി ഞാൻ ഇവനെ വച്ചൊരു കളി കളിക്കും. ഫ്രെഡിയോ, ഇടിച്ചു നിരത്തു അങ്കിൾ. യെസ്. ഫെർണി അങ്കിൾ, സത്യം പറഞ്ഞ ഇതിലേത് സ്പ്രേ ചെയ്താൽ ഹാപ്പി കിഡ് രക്ഷപ്പെടും? അത് വേഗം പറഞ്ഞ, അല്ലെങ്കിൽ ഞാൻ സ്പ്രേ ചെയ്യും. ഗ്രീൻ ഗ്രീൻ. നിങ്ങളോ?
ഹാപ്പി, ഞാനാണ് ഹാപ്പിയെ രക്ഷിച്ചത്. എനിക്കിവർ മന്ത്രം ചൊല്ലി ശക്തി തന്നു. മന്ത്രമോ? അങ്കിൾ, അത് ഞങ്ങൾ പഠിച്ചതാ. അങ്ങനെ ഒരു മന്ത്രമൊന്നുമില്ല. അയ്യോ, അത് ശരിയാ. എടാ മക്കളെ, ആ സ്പ്രേയിങ് താ. എന്റെ ബോസിന്റെ ബോധം. അങ്ങേർക്ക് അതിനങ്ങനെ ഒരു സാധനമുണ്ട്. ദാ പിടിച്ചോ. എന്തിനാ ഹാപ്പി ആ ദുഷ്ടനെ രക്ഷിച്ചത്? അങ്ങേർക്ക് ബോധമില്ലെങ്കിൽ പിന്നെ ആരാ കൂട്ടുകാരെ നമുക്കൊരു നേരം പോക്കിനുള്ളത്? അത് ശരിയാ. ഹാപ്പി കിഡ്.